ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. സ്വർണം കട്ടവനാരപ്പാൻ സഖാക്കളാണേ അയ്യപ്പ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. ഏതോ തുടർ നാടകമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന പാരഡി ഗാനമായ പോറ്റിയെ കേറ്റി എന്ന ഗാനത്തിനെതിരെ വ്യാപക പരാതി നൽകിയിരിക്കുകയാണ് CPM. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗാനരചയിതാവിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് തകർന്നിരുന്ന CPMന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിച്ച ഗാനമാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച പോറ്റിയെ കേറ്റി എന്ന ഗാനം. ഈ ഗാനം വൈറലായതോടെ കാലാകാലമായി CPMന് വോട്ട് ചെയ്ത ഹിന്ദുക്കളിൽ പലരും CPMന് വോട്ട് ചെയ്യാതെ വരികയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ ശബരിമലയുടെ പവിത്രത കളയുന്നുവെന്ന് സഖാക്കന്മാർ പറയുന്ന ഈ ഗാനത്തിനെതിരെ അവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. എന്തൊരു സ്നേഹമാണ് സഖാക്കന്മാർക്ക് ശബരിമലയോട്. 7 വർഷങ്ങൾക്ക് മുൻപ് പാതിരാത്രി ബിന്ദു അമ്മിയെയും കനകദുർഗയെയും വേഷം കെട്ടിച്ച് സകല അയ്യപ്പ ഭക്തരുടെയും കണ്ണുവെട്ടിച്ച് ശബരിമലയിൽ കൊണ്ടെത്തിച്ച് അവിടുത്തെ പവിത്രത നശിപ്പിക്കാൻ ശ്രമിച്ച സഖാക്കന്മാർ ഇന്ന് ശബരിമലയുടെ ആചാരത്തെപ്പറ്റി വിഷമിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. ഹിന്ദു ദൈവങ്ങളെ വികൃതമായി വരച്ച് കേരളത്തിലെ ഒരു പ്രശസ്തമായ കോളേജിൽ പ്രദർശിപ്പിച്ചപ്പോഴും ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് പുരുഷന്മാരെ വശീകരിക്കാനാണെന്ന് പറഞ്ഞപ്പോഴും ഹിന്ദു സമൂഹത്തെ മൊത്തം അപമാനിച്ച് ഒരു നോവൽ ഇറക്കി അത് എഴുതിയവന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തപ്പോഴും ശബരിമലയുടെ പവിത്രത കളയാൻ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ ചിലരെ കയറ്റിയപ്പോഴുമില്ലാത്ത വികാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ തന്നെ ഇന്ന് ശബരിമലയുടെ പവിത്രതയെപ്പറ്റി വ്യാകുലപ്പെടുന്നത് കാണുമ്പോൾ അയ്യപ്പ അങ്ങേ മനസ്സറിഞ്ഞു തൊഴുന്നു. അയ്യപ്പ ശരണമപ്പ അയ്യപ്പ